ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിന് കട്ടപ്പനയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് കേരളോത്സവം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുടി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. 1000-ഓളം മത്സരാർത്ഥികളാണ് 2 ദിവസങ്ങളിലായി വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ, ഓസാനാം സ്കൂൾ, കട്ടപ്പന നഗരസഭാ മൈതാനം, കട്ടപ്പന ടൗൺ ഹാൾ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് 2 ദിവസങ്ങളിലായി കേരളോത്സവം നടക്കുന്നത്. കലാ, കായിക, രചനാ മത്സരങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ, 2 മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിൽ നിന്ന് വിജയിച്ചു വന്ന മത്സരാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. കട്ടപ്പന ഓസാനാം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷയായിരുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുടി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ അതിന്റെ ഒന്ന് മാറ്റുരച്ചു നോക്കുന്നതിനുമൊക്കെയുള്ള ഒരവസരം നൽകുന്ന ഒരു വേദിയാണ് ഈ കേരളോത്സവ വേദി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗ്രാമതലത്തിൽ പഞ്ചായത്തിൽ നിന്നും അതിനുശേഷം ബ്ലോക്കിൽ നിന്നും അവിടെ നിന്നുമൊക്കെ തെരഞ്ഞെടുക്കുക. കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഗാനമേളയും സജ്ജീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ യുവജനങ്ങളുടെ കഴിവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഗ്രാമതലം മുതൽ സംസ്ഥാനതലം വരെ കേരളോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.